ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ കുറവായിരുന്നു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ചെറിയൊരു ടൂറിലായിരുന്നു. അപ്പം സൗണ്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്ത 8-ാം തീയതി റിലീസ് ചെയ്ത സിനിമകളൊന്നും കാണാൻ പറ്റിയില്ല. തങ്കമണി കണ്ടു. തങ്കമണി ദ ബ്ലീഡിംഗ് വില്ലേജ് ആണ് നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ആ സിനിമ ഇന്നലെ രാത്രി പോയി കണ്ടു. ഇന്നലെ പകലാണ് എത്തിയത്. പിന്നെ ടൂറൊക്കെ കഴിഞ്ഞ് ഇന്നലെ പകലാണ് എത്തിയത്. അപ്പോൾ ഇന്നലെ ഈവനിങ് പോയിട്ട് രാത്രി പോയിട്ട് തങ്കമണി കണ്ടു. അപ്പോൾ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തങ്കമണി ദ ബ്ലീഡിംഗ് വില്ലേജ് രതീഷ് രഘുനന്ദൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. 1986 ഇടുക്കിയിലെ തങ്കമണി എന്ന സ്ഥലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്ത ഒരു സിനിമയാണ് തങ്കമണി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അതുകൂടാതെ 1986 നടക്കുന്നത്. ഇതിനു മുമ്പേ തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ റിലീസ് ചെയ്ത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമ. അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിനിമ. അപ്പോൾ പഴയ കാലത്തെ കഥയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ട്രെയിലർ കണ്ട സമയത്ത് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷന് കുറച്ചൊരു ഇടിവ് സമ്മാനിച്ചതാണ് ഈ ട്രെയിലർ വന്ന സമയത്ത്. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ ട്രെയിലർ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക ഉദാഹരണം എന്ന് പറഞ്ഞാൽ രതീഷ് രഘുനന്ദൻ പറഞ്ഞ നമ്മുടെ സംവിധായകനാണ്. ഉടൽ സംവിധാനം ചെയ്ത ആളാണ്. ഉടൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാത്രിയത്തെ സംഭവം എന്നെ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു ഉടൽ എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് തങ്കമണി കയറിയത്. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ മേക്കിംഗ് കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും ഒന്നും നമ്മളെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. ആ ഒരു തങ്കമണി, ആ ഒരു കേസ്, ആ ഒരു സംഭവം, ആ ഒരു രാത്രി നടന്ന ആ ഒരു ക്രൂരകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മേക്കിംഗ് കുറേയൊക്കെ നന്നാക്കാമായിരുന്നു തോന്നി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ പാട്ടുകൾ നന്നായിരുന്നു. പെണ്ണിൻ്റെ പേരിൽ തങ്കമണി എന്നുള്ള ആ ഒരു പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, അതിനെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. അഭിനയം, പെർഫോമൻസ് എല്ലാവരും കിട്ടിയ റോള് ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപേട്ടനൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു വയസ്സനായിട്ട് വന്ന ആ ഒരു കഥാപാത്രം, അതായത് രണ്ട് കാലഘട്ടത്തിലാണ് സിനിമ നടക്കുന്നത്. 1986 ഈ ഒരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വയസ്സായിട്ടുള്ള ഒരു കഥാപാത്രം, നമ്മുടെ ദിലീപേട്ടൻ്റെ വയസ്സായിട്ടുള്ള ഒരു കഥാപാത്രത്തിന് ആ ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ, എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. റോളുകൾ കിട്ടിയ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നി. കുറേ ആൾക്കാരൊക്കെ വേറെ മിസ്കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുകയാണെങ്കിൽ പഴയ കാലം കാണിച്ചത് ആർട്ട് വർക്കുകളൊക്കെ കുറച്ചൊരു എന്താ പറയുക, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഈ ബ്രഹ്മയുഗം, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, അതിൻ്റെ അകത്തൊക്കെ ആർട്ട് വർക്കുകൾ നമ്മൾ കണ്ടാണ്. പക്കാ ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് ആ ഒരു ആർട്ട് വർക്കുകളുള്ളത്. ഇതും ഒരു 10-25 കോടിക്കാണ് ഈ സിനിമയുടെ ബജറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും ഒരു ബജറ്റ് വരുന്ന സമയത്ത് ആ ഒരു പഴയ കാലം കാണിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നും. അത്രയൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ കണ്ടു വന്ന സമയത്ത് തന്നെ, ഈ സിനിമയിൽ കാണാൻ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് നെഗറ്റീവുകൾ കേട്ടിട്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയത്. പക്ഷേ അതുപോലെ നാവരുത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം. ദിലീപേട്ടൻ്റെ സിനിമ ഒരു കംബാക്ക് ഇതിനു മുമ്പ് നടത്തിയാണ്. പക്ഷേ എന്നാലും നമുക്കൊരു ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടാകുമല്ലോ, ആ ഒരു ദിലീപേട്ടൻ്റെ ആ ഒരു കാറ്റഗറി പെട്ട ഒരു സിനിമയല്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കോമഡി കാര്യങ്ങളൊന്നുമില്ല. പക്ക ഇമോഷണൽ ക്രൈം ഡ്രാമ ത്രില്ലർ ഭാഗത്തുപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി ഒരു തവണ കണ്ട് മറക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒറ്റ തവണ സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊന്ന് എൻജോയ് ചെയ്യാനൊന്നുമില്ല, ഇത് കണ്ടു മറക്കാം. അത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും